കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി സ്രോതസ്സായ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ജനഹിതം അറിയൽ അത് നടത്തുന്നത് നമ്മുടെ കമ്മീഷനാണ്, ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ആ ഭരണഘടനാ സ്ഥാപനത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അത് 100% നിഷ്പക്ഷമായിരിക്കണമെന്നാണ് സങ്കല്പം. അതിന്റെ അംഗങ്ങളാകുന്നവർ നിഷ്പക്ഷരായിരിക്കണം. നേരത്തെ ഈ സമിതിയെ തെരഞ്ഞെടുത്തിരുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുത്തിരുന്നത് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാനലായിരുന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പിന്നീട് അതങ്ങ് മാറ്റി. മോദി സർക്കാർ വന്നപ്പോൾ ആ വ്യവസ്ഥ പരിഷ്കരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആ പാനലിൽ നിന്ന് ഒഴിവാക്കി. അതിന് പകരം വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി തന്നെയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ആരെയാണോ അവര് തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാവും, അംഗങ്ങളാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു നിഷ്പക്ഷനായിരിക്കും, അദ്ദേഹത്തിന്റെ നിലപാട് പക്ഷപാതരഹിതമായിരിക്കും എന്നാണല്ലോ നമ്മൾ കരുതുക. അതങ്ങ് ഒഴിവാക്കി ഇപ്പോൾ ഭരിക്കുന്ന സംവിധാനത്തിന്, ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഭൂരിപക്ഷമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രൂപം തീരുമാനിക്കുക. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്നലെ ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. മോദിക്ക് അധികാരമേറാൻ വേണ്ടി BJPക്ക് സർക്കാർ ഉണ്ടാക്കാൻ പാകത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെ വലിയ തോതിലുള്ള വോട്ട് കൊള്ള നടന്നു എന്ന് തെളിവുകളുടെയും ഡേറ്റകളുടെയും അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഇന്നലെ വളരെ കൃത്യമായിട്ടൊരു ആരോപണം ഉന്നയിച്ചിരിക്കുക. ഇത് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരാ, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിനെതിരാണ്. അത് മാത്രമല്ല മോദി സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായതുമല്ല. അപ്പോൾ ആരെങ്കിലും രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നു എന്ന് ശാസിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്നും ഇലക്ഷൻ കമ്മീഷൻ മോദി അധികാരത്തിൽ വരാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നും ഒക്കെ പറയുമായിരുന്നോ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ഉയർന്നു വന്നേക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം അതാ. അങ്ങനെ പറയാനൊരു കാരണം കൂടുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ ചൈന ഇന്ത്യക്ക് നേരെ നടത്തുന്ന അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു. കുറേയേറെ ഇന്ത്യയുടെ സ്ഥലം അവർ കൈവശം വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അദ്ദേഹം ഈ പഴി കേട്ടതാ. നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് അതേ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല എന്നൊരാക്ഷേപം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മേൽ ഇനിയും വന്നേക്കാം. അതായത് കൃത്രിമ മാർഗങ്ങളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം പറയുകയാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന AICC സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സായത്. ബ്രിട്ടീഷുകാരുടെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രമേയം പാസ്സായത്. അതിന്റെ വാർഷികത്തിന്റെ തൊട്ടു തലേന്നാണ് ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യയെ അമ്പരപ്പിച്ച ഈ ഒരു പ്രഖ്യാപനം, വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നു. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു വലിയ അധ്യായമായിട്ട് മാറി. അതുപോലെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന് ശേഷം ഒരു സേവ് ഇന്ത്യ പ്രസ്ഥാനം രൂപം കൊള്ളുമോ എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയോട് താങ്കൾ ഒരു ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ വിമർശിക്കുകയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ, നമ്മളൊക്കെ സ്നേഹിക്കുന്ന ജനാധിപത്യം അതേപോലെ പുലരണമെന്ന്, നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ യഥാർത്ഥ പ്രതിനിധി എഴുന്നേറ്റ് നിന്നിട്ട് ചങ്കൂറ്റത്തോടും തന്റെ ഇടത്തോടെയും പറയുന്നു, നരേന്ദ്രമോദി അധികാരത്തിലേറിയത് ജനങ്ങളുടെ ഹിതം അട്ടിമറിച്ചുകൊണ്ടാണ്, ജനങ്ങളുടെ താല്പര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് എന്ന് തെളിവുകളോടെ, ഡേറ്റകളോടെ, നിർഭയനായി, ആത്മവിശ്വാസത്തോടെ, സമഗ്രതയോടെ, കുന്തമുനയുടെ മൂർച്ചയോടെയാണ് രാഹുൽ ഗാന്ധി ഈ പറയുന്നത്. ഇതാ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വൻതോതിലുള്ള വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നു.
എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കിയത് എന്നുള്ളതും ഇവിടെ തെളിയുകയാണ്. വോട്ടുകളുടെ വിവിധ വശങ്ങള് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തെളിവുകളുടെ പിൻബലത്തോടുകൂടി അവതരിപ്പിച്ചു. ഒരേ പേരുകാരൻ നിരവധി ബൂത്തുകളിൽ, ഒരു സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും, അതുപോലെ ഒരേ അഡ്രസ്സിൽ ടൺ കണക്കിന് വോട്ടർമാര്, ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ടർമാര്, അതുപോലെ തന്നെ കന്നി വോട്ടർമാരെ ചേർത്തിരിക്കുന്നതിൽ വലിയ അഴിമതി അല്ലെങ്കിൽ കള്ള വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്നു. ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് സീറ്റ്, ലോക്സഭാ സീറ്റ് ഒരു സാമ്പിൾ മണ്ഡലമായി തെരഞ്ഞെടുത്ത് അവിടെ നടത്തിയ പഠനത്തിന്റെ 6 മാസം നീണ്ട തുടർച്ചയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തിയത്. 8 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ബാംഗ്ലൂർ സെൻട്രലിലുള്ളത്. അതിലെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വളരെ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്, വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ 7 മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. പക്ഷേ 8ാമത്തെ മണ്ഡലമായ മഹാദേവ്പുര ഒരൊറ്റ സിംഗിൾ അസംബ്ലി സീറ്റാ. അവിടെ നിന്നും മാത്രം BJP സ്ഥാനാർത്ഥിക്ക് 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്. അപ്പോ കണക്കുകൾ പരിശോധിച്ചു, വോട്ടർമാരുടെ വീടുകളിലെത്തി, അവരൊക്കെ യഥാർത്ഥ വോട്ടർമാരാണോ എന്ന് ഈ സംഘം ഏതാണ്ട് 30-40 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാണ് തുടർച്ചയായിട്ട് 6 മാസം ഇതേപ്പറ്റി പഠനം നടത്തിയത്. അവർ അവിടെ എല്ലാം ചെന്ന് ഓരോ വോട്ടർമാരുടെയും അഡ്രസ്സുകളിൽ ചെന്ന് യഥാർത്ഥ വിവരങ്ങൾ ശേഖരിച്ചുണ്ടാക്കിയ റിപ്പോർട്ടാ. അതനുസരിച്ച് ഈ ഒരു മണ്ഡലത്തിൽ മാത്രം 1,15,856 വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് വ്യക്തമായിരിക്കുക. ഇത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരൊറ്റ മണ്ഡലത്തിലെ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്രയിലും, അതുപോലെ മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത്. കള്ള വോട്ടർമാര്, BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള കള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് ജനഹിതം അട്ടിമറിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 33,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ച 25 മണ്ഡലങ്ങളുണ്ട്. അവിടെ യഥാർത്ഥ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നതെങ്കിൽ മോഡി അധികാരത്തിൽ വരില്ലായിരുന്നു എന്നാണ് കണക്കുകൾ സഹിതം നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നിട്ട് പോലും ഈ വക അട്ടിമറികൾ നടത്തിയിട്ട് പോലും 2 ഊന്നുവടികൾ 2 കക്ഷത്തിലുമായിട്ട് TDPയുടെയും അതുപോലെ തന്നെ ജനതാദൾ യുവിന്റെയും സഹായത്തോടെ, ഈ ഊന്നുവടികളുടെ സഹായത്തോടെയാണ് ഈ 56 ഇഞ്ച് ഇപ്പോഴ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷനെ വല്ലാതെ വിറപ്പിച്ചു, ഭയപ്പെടുത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രാരംഭ പ്രസ്താവനകൾക്ക് ശേഷം സാധാരണ പോലെ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സെഷൻ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകൾ ഈ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്ന പത്രലേഖകർക്ക് ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം അങ്കലാപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തെളിവുകൾ തരണമെന്ന, പക്ഷെ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ട് ഇടപെട്ടിട്ടില്ല. അതിന് പകരം മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർമാര് അപ്പൊ അവരാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇലക്ട്രൽ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി തെളിവുകൾ ഹാജരാക്കണമെന്ന്. അത് അതിന്റെ ഒരു പ്രൊസീജിയറാണ്. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ രാജ്യസമക്ഷം നടത്തിയ ഈ സത്യപ്രസ്താവന, അതാണ് എന്റെ സത്യവാങ്മൂലം, അത് അങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട രീതിയിൽ തെളിവുകൾ നൽകാമെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുക. പക്ഷെ തെളിവുകൾ കോൺഗ്രസ് നൽകുകയാണോ വേണ്ടത്? രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം പബ്ലിക് ഡൊമൈനിൽ വെച്ചിരിക്കുക. അപ്പം അതിന് മറുപടി പറയേണ്ട ബാധ്യത ആർക്കാ വാസ്തവത്തിന്? അത് ഇലക്ഷൻ കമ്മീഷനാ. മനസ്സിലായില്ലേ? അവരത് പറയേണ്ടതിന് പകരം കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും ഈ വക വിഷയങ്ങള് രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോഴൊന്നും മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷന്റെ തന്നെയാണ്. അത് BJP എന്താണ് പറയുന്നത്? മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കലിനുള്ള പരിപാടിയാണ് കോൺഗ്രസ് നടത്തുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ വിവേകപൂർവമായ തീരുമാനത്തെ തള്ളിപ്പറയുകയാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയാണ്. സാറേ, ഇതാരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ല സാറേ,
ഇത് കാര്യങ്ങൾ ജനങ്ങളെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ തീരുമാനം അത് ശരിയായ തീരുമാനമായിരുന്നില്ല, അല്ലെങ്കിൽ വിവേകപൂർവമായ തീരുമാനമായിരുന്നില്ല, അട്ടിമറിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ BJPക്കോ ഇതുവരെ, നമ്മൾ ഈ വീഡിയോ ചെയ്തത് വരെ സാധിച്ചിട്ടില്ല. ലോക്സഭയിൽ മാത്രമല്ല അതിന് പുറത്തും ധീരനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറുകയാണ് രാഹുൽ ഗാന്ധി. കരുത്തനായ പ്രതിപക്ഷ നേതാവ്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊരു ചർച്ച, അതിന് സർക്കാരിനെ നിർബന്ധിതമാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഈ രണ്ട് വിഷയങ്ങളെ ബന്ധിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ച വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, രാജ്നാഥ് സിംഗ് സംസാരിച്ചു, അതിന് അമിത്ഷാ മറുപടി നൽകി. ഇവർക്കാർക്കും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, ശരിയായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മറുപടികളോ വിശദീകരണങ്ങളോ നൽകാൻ സാധിച്ചില്ല. അവരെന്താ ചെയ്തത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് എന്തൊക്കെയോ തെറ്റുപറ്റി. അതല്ലാതെ പ്രസന്റിനെ കുറിച്ച്, വർത്തമാനകാലത്തെ കുറിച്ച്, വർത്തമാനകാല സംഭവങ്ങളെ കുറിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതിനുശേഷം ബീഹാറിലിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. അവിടെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറായിക്കൊണ്ടിരിക്കുക. ധാരാളം ആളുകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുക. അതിനെതിരെ ശക്തമായ പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇതിനകം മനസ്സിലാകുന്നത് 52 ലക്ഷം പേരെ, ആലോചിച്ച് നോക്കണം, 52 ലക്ഷം പേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, നിങ്ങൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന്? കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കപ്പെടുത്ത സ്ഥിതിയല്ല ഇന്ന് ഇന്ത്യയിലേത്. കോൺഗ്രസ് സർക്കാരിനും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഡെമോക്രസി അല്ല, ജനാധിപത്യമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസിയാണ്, ഏകാധിപത്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ തെരഞ്ഞെടുപ്പ് പോലും തെറ്റായ വഴികളിലൂടെ, കൃത്രിമ രീതികൾ അവലംബിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് ആ വിജയങ്ങൾ. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോക്രസി എന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? BJPയുടെ വക്താവായിരുന്ന ഒരു വക്കീലിനെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കുന്നതിന്, ഇത് മഹാരാഷ്ട്രയിലെ വക്താവാ, ബോംബെ ഹൈക്കോടതിയിൽ തന്നെ അവരെ അങ്ങനെ നിയമിക്കുന്നതിന് പേടിയോ മടിയോ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ചിന്തയോ ഇല്ലാത്തൊരു സർക്കാരാ. BJP യാതൊരു ലജ്ജയും ഇല്ലാതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കോൺഗ്രസിന്റെ കാലത്തും കോൺഗ്രസ്സുകാരെ തന്നെയാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ RSSും BJPക്കാരുമാണ് വരുന്നത്. വന്നോട്ടെ, അത് അവരുടെ അവകാശം. പക്ഷെ അവരൊക്കെ ഇവിടെ ഗവർണർമാരായിട്ട് പ്രവർത്തിക്കുന്നത് RSSന്റെയും BJPയുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാ. ഒരു BJPയുടെ ഒരു സബ് ഓഫീസ് പോലെ പല രാജ്ഭവനുകളും മാറുക, ധാരാളം പരാതികൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ED ഉപയോഗിക്കുന്നു, CBI ഉപയോഗിക്കുന്നു, രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്താൻ, അവരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതിന്. അവരെ ഉപയോഗിച്ച് വിരട്ടി വ്യവസായികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ സമാഹരിക്കുന്നു. ഇപ്പൊ ചില സംസ്ഥാനങ്ങൾ നോക്കുക, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഒന്നാം കക്ഷി അല്ലെങ്കിൽ പോലും പലയിടങ്ങളിലും BJP സർക്കാരുകൾ ഉണ്ടാക്കുകയാണ്, MLA മാരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. ഇന്ന് മണി പവറിന്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് എന്താണത്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പരമാവധി അകറ്റുക, വെറുപ്പ് വിതയ്ക്കുക, അത് വളർത്തിയെടുക്കുക, അത് BJPക്ക് വളർന്ന് പന്തലിക്കാനുള്ള ഒരു സാഹചര്യമാക്കി മാറ്റുക. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത് വളരെ ശക്തമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ BJPയുടെ രാഷ്ട്രീയ ബേസ്, പൊളിറ്റിക്കൽ ബേസ് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് അഖിലേന്ത്യാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിനെതിരെയാണ് ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി, ചങ്കുറപ്പോടുകൂടി, ജീവഭയം പോലും ഇല്ലാതെ പോരാടുന്നത് എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ലോക്സഭയിൽ അദ്ദേഹം മോദിയോട് ചോദിച്ചു,
ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് നടത്തിയ സൈനിക നടപടി പിൻവലിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ നിർത്തിവെച്ചതിനെ കുറിച്ച് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണെന്ന് അയാൾ ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ട്രംപ്. എന്നിട്ടും അതിനെതിരെ പരസ്യമായിട്ടൊരു വാക്ക് ഉച്ചരിക്കാൻ മോഡിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ ട്രംപ് ഒരു നുണയനാണെന്ന് പറയുമോ? അതിനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല 54 ഇഞ്ചിൽ നിന്ന്. ആ രീതിയിലുള്ള ഒരു ഭരണപക്ഷത്തോടാണ് പറഞ്ഞല്ലോ, വേണമെങ്കിൽ അദ്ദേഹത്തിന് ജീവന് പോലും അപായം സംഭവിക്കാം എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപന ദിനത്തിന് തലേന്ന് നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഒരു സേവ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കമാവുമോ എന്നുള്ളത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ശേഷം ഗാന്ധിജി പറഞ്ഞത് ഡു ഓർ ഡൈ എന്ന, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഭരിക്കുക. അതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. വരും ദിവസങ്ങളില് BJPയുടെ ഈ ഏകാധിപത്യ രീതികൾക്ക്, സമൂഹത്തെ, രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്ന ഏർപ്പാടുകൾക്ക് എതിരെ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, ഇപ്പോൾ രാഹുൽ ഗാന്ധി തെളിവുകൾ കൊണ്ടുവന്നതുപോലെ ജനാധിപത്യത്തിനെതിരായ അട്ടിമറികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുമോ? അതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രാഹുൽ ഗാന്ധി ഇന്ന് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ പോരാട്ടം, ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പോരാട്ടം തുടരും, എവിടെയെങ്കിലും ഞങ്ങൾ നിങ്ങളെ പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ നിൽക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അന്ന് 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനെ പിന്താങ്ങുന്ന നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അതിന്റെ പേരിൽ വിമർശിക്കാനല്ലത് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പുതിയ സ്വാതന്ത്ര്യ സമരത്തിൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പുതിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നിച്ചു നിൽക്കുമോ? പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിനോടുള്ള ഇഷ്ടക്കുറവാ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാനുള്ളൊരു മടിയാ. പിന്നെ ആരാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രതിപക്ഷത്തെ മുമ്പിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള മറ്റൊരു നേതാവ്? കോൺഗ്രസ് അല്ലാതെ ഏത് പാർട്ടിയാണ്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റേതൊരു നേതാവാണ്? ആ മനുഷ്യന്റെ ആത്മാർത്ഥതയെയും ചങ്കുറപ്പിനെയും നിർഭയത്വത്തെയും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ, അദ്ദേഹത്തോട് സഹകരിക്കാൻ ഈ രാജ്യത്തെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുമോ? ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തിപ്പെടുമോ? അതിലാണ് ഇന്ത്യയുടെ ഭാവി നിലനിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് രാഹുൽ ഗാന്ധിയോടുള്ള എതിർപ്പ് ചില ലെഫ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട്. മോദിയോട് നേരിടാൻ രാഹുൽ ഗാന്ധി ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? മോദി അൺബീറ്റബിൾ ആണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു അഹംബോധം, ഉൾബോധം കിടക്കുന്നത് കൊണ്ടാണ്. അതുപോലെ അൺഇംപ്രസീവ് ആണ്. സായക്കളെ രാഹുൽ ഗാന്ധിയേക്കാൾ ഇംപ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സമഗ്രതയോടുകൂടി, മുനയോടുകൂടി ഒക്കെ ഇടപെടാൻ പറ്റുന്ന മറ്റേതൊരു നേതാവാണ് ഇന്ന് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ വെളിപ്പെടുത്തൽ വന്നോണ്ടേ തൃശ്ശൂരിൽ തോറ്റ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞു. BJPക്ക് ഒരിക്കലും ഒന്നാമതെത്താൻ പറ്റാത്ത നാട്ടിക, മണലൂർ, ഒല്ലൂർ, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളില് എങ്ങനെ BJP ഒന്നാമത് വന്നു? ഈ 4 അസംബ്ലി മണ്ഡലങ്ങൾ മാത്രം എടുത്ത് എന്തുകൊണ്ട് LDFന് രാഹുൽ ഗാന്ധിയുടെ ടീം ചെയ്തതുപോലെ ഒരു അന്വേഷണം നടത്തിക്കൂടാ? അപ്പൊ പല കാര്യങ്ങളും പുറത്തു വരും. അതെന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? തെരഞ്ഞെടുപ്പിന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ AK സെന്ററിലോ MN സ്മാരകത്തിലോ ഇരുന്നിട്ട് അവലോകനം നടത്തി ചില കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ അതിന് പറ്റിയൊരു അവസരമാണ് ഈ സുനിൽകുമാർ പറഞ്ഞ ഈ 4 അസംബ്ലി മണ്ഡലങ്ങളിലെ കാര്യം. അവിടെ ഒരിക്കലും BJP ഒന്നാമത് വരുന്നതല്ല. അവിടെ വന്നു, അവിടെ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതല്ലേ? ഒരു വലിയ അട്ടിമറിയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് നമ്മൾ കണ്ടത്. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയും. ഇത് തുടരുകയാണെങ്കിൽ അതിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ജനാധിപത്യം, യഥാർത്ഥ ജനഹിതം ഇവിടെ ഒരിക്കലും പുലരുകയില്ല എന്നുള്ളത് തന്നെയാണ്. കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് നമ്മുടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു. എത്രയോ കാലത്തിന് ശേഷം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ്. പക്ഷെ അന്നേരവും ഇത് സംഭവിച്ചത്, ഈ വീഴ്ചകൾ സംഭവിച്ചത് അലംഭാവം മൂലമാണോ, അതോ കഴിവുകേട് കൊണ്ടാണോ, അതോ മനഃപൂർവ്വമാണോ? ഈ കാര്യത്തിൽ ബിഷപ്പ് അവരിന് ഇപ്പോഴും ഒരു ഉറപ്പുണ്ടായിട്ടില്ല.